അധികാരം പിടിക്കാൻ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ വാരിയെറിഞ്ഞ് ഒടുവിൽ അതിന്റെ ഭാരം മുഴുവൻ സാധാരണക്കാരന്റെ തലയിൽ കെട്ടിവെക്കുന്ന UDF സർക്കാരിന്റെ യഥാർത്ഥ മുഖമാണ് ഓരോ ദിവസം കഴിയും തോറും പുറത്തു വരുന്നത്. വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് VD സതീശൻ സർക്കാർ പ്രഖ്യാപിച്ച KSRTC ഓർഡിനറി ബസ്സുകളിലെ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കുമുള്ള സൗജന്യ യാത്ര ജൂൺ 15 മുതൽ നടപ്പിലാക്കാൻ പോകുമ്പോൾ ഖജനാവിന് വരാൻ പോകുന്നത് ശതകോടികളുടെ അധിക ബാധ്യതയാണ്. കേൾക്കാൻ നല്ല സുഖമുള്ള ഈ സൗജന്യ നാടകത്തിന്റെ അണിയറ കഥകൾ പരിശോധിച്ചാൽ ഒടുവിൽ കീറുന്നത് സാധാരണക്കാരന്റെ കീശ മാത്രമായിരിക്കുമെന്ന കാര്യം വ്യക്തം. മുഖ്യമന്ത്രി VD സതീശന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ ആദ്യ 100 ദിവസത്തേക്ക് ഓർഡിനറി സർവീസുകളിൽ മാത്രമാക്കി ഈ പദ്ധതി ചുരുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ പരിമിതപ്പെടുത്തിയ കൺകെട്ട് വിദ്യയ്ക്ക് പോലും മാസം 57 കോടി രൂപയോളമാണ് അധിക ബാധ്യത വരിക. ഓർഡിനറി ബസ്സുകളിൽ മാത്രം ഒതുക്കിയാൽ പ്രതിവർഷം 712 കോടി രൂപയുടെ ബാധ്യത വരും. ഫാസ്റ്റ് സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളിലേക്ക് വ്യാപിപ്പിച്ചാൽ പ്രതിവർഷം 1300 കോടി രൂപയിലധികം ഖജനാവിന് നഷ്ടം വരും. നിലവിൽ പ്രതിദിനം 23 ലക്ഷത്തോളം യാത്രക്കാരാണ് KSRTCയെ ആശ്രയിക്കുന്നത്. ഇതിൽ 10 മുതൽ 12 ലക്ഷം വരെ സ്ത്രീകളാണ്. ഇത്രയും വലിയൊരു വിഭാഗത്തിന് സൗജന്യം പ്രഖ്യാപിക്കാൻ സർക്കാർ പറയുന്ന ന്യായീകരണം ഇതിനുള്ള തുക പ്രത്യേക സബ്സിഡിയായി KSRTCക്ക് നൽകുമെന്നാണ്. എന്നാൽ സ്വന്തമായി വരുമാനമില്ലാതെ കേന്ദ്ര സംസ്ഥാന നികുതി വിഹിതങ്ങളെയും കടങ്ങളെയും ആശ്രയിക്കുന്ന ഈ സർക്കാരിന് എവിടെ നിന്നാണ് ഈ കോടികൾ കിട്ടുക? ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളവും പെൻഷനും നൽകാൻ പോലും വകയില്ലാതെ മാസം തോറും 125 കോടി രൂപ സർക്കാർ സഹായത്തോടെ കഷ്ടിച്ച് ജീവൻ നിലനിർത്തുന്ന KSRTCയാണ് സതീശൻ സർക്കാർ കൂടുതൽ കടക്കണിയിലേക്ക് തള്ളിയിടുന്നത്. മുൻ LDF സർക്കാർ KSRTCയെ ഒരു പരിധിവരെ വരുമാന വർധനവിലേക്ക് എത്തിച്ചിരുന്ന സ്ഥാനത്താണ് പുതിയ UDF സർക്കാരിന്റെ ഈ വമ്പൻ ആസൂത്രണ ശൂന്യത. ചുരുക്കത്തിൽ പെറ്റ് തള്ളയ്ക്ക് തീറ്റ കൊടുക്കാൻ വകയില്ലാത്തപ്പോഴാണ് ചിറ്റമ്മയ്ക്ക് സ്വർണ്ണ വളയിടാൻ നോക്കുന്നത്. VD സതീശൻ സർക്കാർ കൊണ്ടുവന്ന ഈ പദ്ധതിയിൽ മറ്റൊരു കടുത്ത വിവേചനവുമുണ്ട്. നിലവിൽ KSRTC ഓർഡിനറി ബസ്സുകൾ ഭൂരിഭാഗവും സർവീസ് നടത്തുന്നത് തെക്കൻ കേരളത്തിലാണ്. വടക്കൻ മലബാർ മേഖലയിൽ ഭൂരിഭാഗവും സ്വകാര്യ ഓർഡിനറി ബസ്സുകളാണ് ഓടുന്നത്. ചുരുക്കത്തിൽ ഓർഡിനറിയിൽ മാത്രം സൗജന്യം പരിമിതപ്പെടുത്തിയതിലൂടെ മലബാറിലെ ലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് ഈ ആനുകൂല്യം ലഭിക്കില്ല. അതേസമയം സൗജന്യ യാത്രകൾ വരുന്നതോടെ സാധാരണക്കാരായ യാത്രക്കാർ KSRTCയിലേക്ക് മാറുന്നത് കേരളത്തിലെ നിർണായകമായ സ്വകാര്യ ബസ് മേഖലയെ കനത്ത തകർച്ചയിലേക്കും വലിയ തൊഴിൽ നഷ്ടത്തിലേക്കും നയിക്കും. ആകാശത്ത് നിന്ന് പണം പൊട്ടിമുളയ്ക്കില്ലെന്ന് കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം. KSRTCക്ക് നൽകാൻ പോകുന്ന ഈ 1300 കോടിയുടെ സബ്സിഡി തുക കണ്ടെത്താൻ സതീശൻ സർക്കാരിന് മുന്നിലുള്ള ഒരേയൊരു വഴി ജനങ്ങളെ പിഴിയുക എന്നത് മാത്രമാണ്. വരും ദിവസങ്ങളിൽ ഇന്ധന സെസ് ഉയർത്തിയോ ഭൂമി നികുതിയോ വെള്ളക്കരമോ കൂട്ടിയോ നിത്യോപയോഗ സാധനങ്ങൾക്ക് മേൽ അധിക നികുതി ചുമത്തിയോ സർക്കാർ ഈ തുക ജനങ്ങളിൽ നിന്ന് തന്നെ ഈടാക്കും. രാഷ്ട്രീയക്കാർ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് പ്രഖ്യാപിക്കുന്ന സൗജന്യങ്ങളുടെ യഥാർത്ഥ ഇരകൾ ഒടുവിൽ നികുതി ഒടുക്കുന്ന സാധാരണക്കാരൻ മാത്രമായി മാറുന്ന ഈ ജനവിരുദ്ധ രാഷ്ട്രീയത്തിനെതിരെ കടുത്ത ജനരോഷമാണ് ഉയരുന്നത്.